25 പേര് വരുന്നുണ്ട്. അവർക്ക് ഹലാലായിട്ടുള്ള ഫുഡ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നാസർ ഖാനോട് ചോദിച്ചു, അതാരാ സാറേ അവിടുന്ന് വരുന്നത്? ഞാൻ പറഞ്ഞു 25 പേര്. ഹലാലെന്താ? ഞാൻ പറഞ്ഞു 25 പേരും മുസൽമാന്മാരാണ്, ഞാൻ മാത്രമേ 25. അപ്പോ പുള്ളി അതിശയത്തോടു കൂടിയാണ് എന്നെ നോക്കിയത്. അപ്പൊ അതിലൊരു അതിശയം ഇന്നേ ഉള്ളൂ. നമ്മളൊന്നും പഠിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അതിശയമില്ല. എല്ലാവർക്കും നീലനിക്കറും വെള്ള ഷർട്ടും മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്തൊരു പേര്. എന്റെ കാസർഗോഡ് ചേരൂർ ഞങ്ങൾ താമസിക്കുമ്പോ എന്റെ അച്ഛന്റെ പേര് അവിടെ പള്ളിയിൽ ബോർഡിൽ പേരെഴുതുമല്ലോ, കുടുംബത്തിന്റെ പേര്. എന്നിട്ട് ഏറ്റവും താഴത്ത് ജനാർദ്ദൻ മാസ്റ്റർ എന്നാണ് ചേരൂര് പള്ളിയിൽ എഴുതിയിരുന്നത്. എന്നിട്ട് അവിടെ റാത്തീവിന് ഒരു പൊതി ഞങ്ങൾക്കുള്ളതാണ്, കൃത്യമായി നിലകൊടുത്തത്. അപ്പൊ അങ്ങനെ വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് രാഷ്ട്രീയത്തിലേക്കൊക്കെ പോയപ്പോഴും ജാതി മത ചിന്തകൾ അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ എന്നെ അവിടെ ഉമ്മാമാര് അജിത്ത് എന്ന് വിളിക്കാൻ പാടായിട്ട് അവരെന്നെ മജീദ് എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും അത് തിരുത്താൻ പോയിട്ടില്ല. മജീദ്, പിന്നെ മാഷ കുഞ്ഞി, അങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വളർന്നത് കൊണ്ടും നമുക്കിപ്പോ പള്ളിയിൽ മറ്റേ ഔളിന് പോകുന്ന നമുക്കറിയില്ലല്ലോ. ചെറുതിലെ പാടുള്ള സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങോട്ട് പോകാൻ പാടില്ലൊന്നും അറിയില്ല. പക്ഷെ ഞാൻ അതിന്റെ അകത്ത് കയറി മീൻ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു ഉസ്താദും അതിന് എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല, ആരും എന്നെ അതിനൊന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വളർന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഈ കൂട്ടായ്മയിലേക്ക് എത്തിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മ അങ്ങോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറ്റത്തെത്തുന്നത് വരെ ഒരാളും ഇറ്റുപോകാതെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഉദ്ഘാടനമല്ല, എല്ലാവരെയും ഈ ആലപ്പുഴയിലേക്ക് എന്റെ ഹൃദയത്തോട് ചേർത്ത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.